പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുക അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അക്രമത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അത് കൈകൊണ്ടാണെങ്കിലും നാക്കുകൊണ്ടാണെങ്കിലും വിരൽ തുമ്പ് കൊണ്ടാണെങ്കിലും അക്രമത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഒരാളെയും അന്യായമായി ആക്രമിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ഇടിക്കാൻ പാടില്ല, വിരൽ തുമ്പ് കൊണ്ട് തോന്നിവാസങ്ങൾ എഴുതി വിടാൻ പാടില്ല, നാക്കുകൊണ്ട് പറയാൻ പാടില്ല. എന്നാലേ നമ്മൾ വിശ്വാസികളാവത്തുള്ളൂ. ആരാ മുസ്ലിം എന്ന് പറഞ്ഞാൽ? അൽ മുസ്ലിം. ആരാണ് മുസ്ലിം? അല്ലാഹുവിന്റെ തിരുദൂതർ ചോദിക്കുകയാണ്, ആരാണ് മുസ്ലിം? എന്റെ സ്വഹാബത്തെ, ആരാണ് മുസ്ലിം? നിങ്ങൾക്കറിയുമോ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബത്തിന്റെ നമ്മളൊക്കെ മുസ്ലിം അല്ലേ? സ്വാഭാവികമായിട്ടും അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ ചിന്തിച്ചേക്കാം, ആരാണ് മുസ്ലിം? നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരാം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ ചൊല്ലി അതിൽ വിശ്വസിച്ച്, അല്ലാഹുവിനെ വിശ്വസിച്ച്, അല്ലാഹുവിന്റെ തിരുദൂതരെ വിശ്വസിച്ച് അവനാണ് മുസ്ലിം എന്ന്. ഒരുപക്ഷെ ചിലർ അങ്ങനെ ചിന്തിച്ചേക്കാം. ചിലര് ചിന്തിച്ചേക്കാം 5 വഖത്ത് കറക്റ്റായിട്ട് നിസ്കരിക്കുന്നവനാണ് മുസ്ലിം. ഒരുപക്ഷെ ചിലർ അങ്ങനെയും ചിന്തിച്ചേക്കാം. വേറെ ചിലർ ചിന്തിച്ചേക്കാം ഹജ്ജ് നിർവഹിച്ച ആളാണ് മുസ്ലിം. വേറെ ചില സക്കാത്ത് കൊടുക്കുന്ന ആളായിരിക്കാം, നോമ്പ് പിടിക്കുന്ന ആളായിരിക്കാം മുസ്ലിം. എന്നാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, അൽ മുസ്ലിമോ, മുസ്ലിം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചു കൊള്ളണം. നമ്മളുടെ സ്മൃതി പദങ്ങളിൽ എന്നും പ്രവാചകന്റെ ഈ പ്രഖ്യാപനം നിറഞ്ഞു നിൽക്കണം. ആരാണ് മുസ്ലിം? അൽ മുസ്ലിമോ മൻ സലിമൽ മുസ്ലിമൂൻ. മറ്റ് മുസ്ലിം ആരാണ്? മുസ്ലിം മറ്റ് മുസ്ലിമീങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഇയാളിൽ നിന്ന്, ഈ മുസ്ലിമിൽ നിന്ന് മറ്റേ മുസ്ലിം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. മിൻ ലിസാനിഹി, അവന്റെ നാക്കിൽ നിന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. വയദിഹി, അവന്റെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അല്ലാഹു റസൂൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ ചിന്തിച്ചു വെച്ചു, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മറ്റ് മുസ്ലിമീങ്ങൾ. ഇപ്പൊ കണ്ടച്ചറ മഹലിലുള്ള മറ്റ് അംഗങ്ങൾ ഈ അംഗത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അയാളുടെ കയ്യിൽ നിന്നും അയാളുടെ നാവിൽ നിന്നും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ മുസ്ലിമായിട്ട് എനിക്ക് മരിക്കണമെങ്കിൽ എന്റെ നാവിന്റെ കഴിവിന്റെ പരമാവധി രഹസ്യത്തിലും പരസ്യത്തിലും ഞാൻ സൂക്ഷിക്കണം. എന്റെ കൽബിനെ സൂക്ഷിക്കണം. അതെന്തിനാണ്? നാവിനെ സൂക്ഷിക്കാൻ പോലും ആ കൽബിനെ സൂക്ഷിക്കണം. ഓരോരുത്തരെ കാണുമ്പോൾ എനിക്ക് ഓരോരോ വിക്രിയ ചിന്തകളാണ് മനസ്സിൽ. ഇങ്ങനെ അയാൾ ശരിയല്ല, അയാൾ കൂട്ടിക്കൊടുക്കുമായിരുന്നു, അയാൾ ഇങ്ങനെ പറഞ്ഞു. എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയ നല്ലതല്ല, ഞാൻ മുസ്ലിമായി മരിക്കില്ല, ഇങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടെങ്കിൽ എഴുതി വെച്ചോണം. ഞാനിപ്പോ ഒരാളെ കാണുകയാണ്, അയാളെ കാണുമ്പോ ഞാനിങ്ങനെ മനസ്സ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ എഴുതിയില്ല, പക്ഷെ മനസ്സിൽ ഞാൻ ഇങ്ങനെ അയവറക്കുവാണ്, ചിന്തിക്കുകയാണ്. അവൻ ശരിയല്ല, അവനെന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അവനെ എന്നെ കല്യാണം മുടക്കി. ആരെ കല്യാണം മുടക്കി? ഞാൻ പുറത്തുണ്ടോ അയാളെ കല്യാണം മുടക്കി? അവനെ കല്യാണം മുടക്കി. അവനാണ് എന്റെ മോളെ കല്യാണം മുടക്കി. അവൻ എന്നെ കുറിച്ച് മറ്റടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഈ ചിന്തയുണ്ടല്ലോ, 5 വഖത്ത് നിസ്കരിക്കുന്ന നീ, നോമ്പെടുക്കുന്ന നീ, ഹജ്ജ് ചെയ്ത നീ, നിനക്ക് ഇങ്ങനെ ഒരു ചിന്ത മറ്റുള്ളവരെ കുറിച്ച് വന്നോ? മുസ്ലിമായി മരിക്കാൻ സാധ്യമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് പകയ്ക്ക് കാരണമാകും. ഇങ്ങനെ തെറ്റിദ്ധാരണ ഏറ്റവും വലിയ കുറ്റമായി തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണകൾ, തെറ്റിദ്ധാരണകൾ അത് വ്യക്തമായ കുറ്റമാണ്. പകയുണ്ടാകുമ്പോ പിന്നെ എന്ത് സിഹിർ വേണം? സിഹിറിയും അഭിചാരം ചെയ്യും. അവനെ തളർത്തണം, അവനെ വെട്ടണം, അവനെ കൊല്ലണം, അവൻ വീഴണം, അവൻ പെടണം,
അവൻ ഒരു പിടിയിൽ പെടണം. അത് കാണുമ്പോൾ എനിക്ക് സന്തോഷിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചെറിയ കാര്യമല്ലത്. അതുകൊണ്ട് കൽബിൽ പോലും അന്യവരെ കുറിച്ച് മോശമായിട്ടുള്ള ചിന്ത വരാൻ പാടില്ല. അവനാണ് മുസ്ലിം എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സ്വഹാബി വലിയ നിമിതങ്ങളുടെ സദസ്സിലേക്ക് കയറി വന്നപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറി വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഒരാള് കയറി വരുന്നുണ്ടോ സ്വർഗവാസിയാണ്. 3 ദിവസം 3 പ്രാവശ്യം സ്വർഗവാസി സ്വർഗവാസി. സ്വഹാബത്തെല്ലാം ചിന്തിച്ചു, ഞങ്ങളാരും ചെയ്യാത്ത അമൽ ഈ പുള്ളിക്കാരൻ എന്ന് ചെയ്യുന്നു. വേറെ പലരും കള്ളം പറഞ്ഞിട്ട് ഇയാൾ രാത്രിയൊക്കെ എന്ത് അമല ചെയ്യുന്നത്, എനിക്ക് ചെയ്യണമല്ലോ. കേറി വീട്ടിൽ കള്ളം പറഞ്ഞു കയറി, നിങ്ങളുടെ കൂടെ ഞാൻ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നു, എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കാം. എന്നെ ഒന്ന് ഒരു 3 ദിവസം ഒന്ന് കിടത്തു, ഒരു 2 ദിവസം ഒന്ന് കിടത്തു. അതിനെന്താ കിടന്നോ? എന്തിനാണ് കയറി പറ്റുന്നത്? ഇയാൾ സ്വർഗവാസിയ മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞതാ. റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ ആവില്ലല്ലോ. സ്വർഗവാസിയാണ് ഇബ്നു മസ്ഊദ്, സ്വർഗവാസിയാണ്. ഇയാൾ എന്ത് ചെയ്യുന്നു? എനിക്കൊന്ന് കണ്ടുപിടിക്കണം. സഅദ് ഇബ്നു അബീ വഖാസ്, ഇബ്നു മസ്ഊദ് അല്ല, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. എന്തായാലും ഒരു കയറി പറ്റണമല്ലോ. എന്തായിരിക്കും ഞാൻ ചെയ്യുന്ന അമൽ? പടച്ചറബേ, അദ്ദേഹത്തിന്റെ കൂടെ രാത്രി കിടന്നുറങ്ങിയൊക്കെ ചെയ്തു. നോക്കുമ്പോ തഹജ്ജുദ് പോലും നിസ്കരിച്ചിട്ടില്ല. ആര് ഈ മനുഷ്യൻ? സ്വർഗവാസി. ഇവിടെ തഹജ്ജുദ് നിസ്കരിച്ച് ബഹുഭൂരിപക്ഷം കരയുന്ന ആളുകളാണ് മുത്തനബിയുടെ സദസ്സിലുള്ളത്. ഈ സഅദ് ഇബ്നു അബീ വഖാസിന് തഹജ്ജുദും ഇല്ല. സുബഹിയുടെ വാക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു, പല്ല് തേച്ചു, ഒന്നും എടുത്തു, പള്ളിയിൽ പോയി ജമാഅത്താക്കി നിസ്കരിച്ചു. രാത്രി നിന്ന് നിസ്കാരമില്ല. രാത്രി കൂടുതൽ തസ്ബീഹ് ചെയ്യുന്ന കണ്ടില്ല. പടച്ചറബേ, 3 ദിവസം താമസിച്ചു. പല സ്വഹാബിമാരും പരീക്ഷിച്ചു. അവസാനം ഇദ്ദേഹത്തോട് പറയുകയാണ്, മുത്തുനബി നിങ്ങളെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലാണ്, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന എന്താ നിങ്ങൾ കണ്ടില്ല? നിങ്ങളിപ്പം 3 ദിവസത്തെ കൂടെ വീട്ടിൽ കിടന്നില്ല. ഞാൻ കറക്റ്റ് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കും. ഞാൻ തഹജ്ജുദൊന്നും ഞാൻ നിസ്കരിച്ചില്ല. പക്ഷേ ഒരു പക്ഷേ ഇങ്ങനെ ഇതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരാളെ കുറിച്ചു മോശ ചിന്തയില്ല. എന്റെ കൽവിൽ അല്ല തന്നിട്ടില്ല. ഒരാളെ കുറിച്ചും മോശ ചിന്ത എന്റെ കൽവിൽ അല്ലാഹു അങ്ങനെ തരലില്ല. എനിക്ക് ഒരാളോടും പകയില്ല. കണ്ടോ, ചെറിയ അമൽ കൊണ്ട് അദ്ദേഹം സ്വർഗം കിടന്നു. കാര്യം എന്താ? പകയില്ല. ഒരാളോട് പകയില്ല. എനിക്ക് എല്ലാവരോടും സന്തോഷമാണ്, സ്നേഹമാണ്. ആരെ കണ്ടാലും ഞാൻ നിറഞ്ഞു പുഞ്ചിരിക്കും. ഇതായിരിക്കാം എന്റെ റബ്ബ് എനിക്ക് സ്വർഗം തരാൻ കാരണം. അദ്ദേഹം പറയുകയാ, സ്വഹാബികൾ പറയുകയാ, കേട്ടോ, മുത്തുനബിയ പറഞ്ഞത് അദ്ദേഹം സ്വർഗത്തിലാണ്. അതുകൊണ്ട് എന്റെ വിശ്വാസികളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ എനിക്ക് വിനയത്തോടെ പറയാനുള്ളത്, ഖൽബ് നല്ല രീതിയിൽ ശുദ്ധിയാക്കണം. പക പാടില്ല, അസൂയ പാടില്ല, കിബർ പാടില്ല, അഹങ്കാരം പാടില്ല, അഹംഭാവം പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇത്തഖുല്ലുൽമാ, നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണേ. ഇന്നല്ലുലുമാതി യൗമൽ ഖിയാമ, ഈ അക്രമമുണ്ടല്ലോ, വാഗൊണ്ടുള്ള അക്രമം, കൈകൊണ്ടുള്ള അക്രമം, വിരൽ തുമ്പ് കൊണ്ടുള്ള അക്രമം, അതുകൂടെ പറഞ്ഞ് ശരിയാവും. കൈ കൊണ്ടുള്ള അക്രമം എല്ലാവർക്കും ചിലപ്പോൾ പരിചയമുള്ളൂ, വാഗൊണ്ടുള്ള അക്രമവും ചിലർക്ക് പരിചയമുള്ളൂ. എന്നാൽ ഈ വിരലിന്റെ തുമ്പുണ്ടല്ലോ, ഇതുകൊണ്ടുള്ള അക്രമമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലുത്. സോഷ്യൽ മീഡിയയിലൂടെ തോന്നിവാസങ്ങൾ എഴുതി കുത്തി മണിക്കൂർ, എത്ര മണിക്കൂറാണോ കുത്തി തീർക്കുന്നത് ഈ മൊബൈലിനകത്ത്. വെറുതെ ആളുകളെ വെറുതെ ഇങ്ങോട്ട് എഴുതി വിടുക, അതൊരു അക്രമമാണ്. നീ സൂക്ഷിച്ചു കൊള്ളണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് താക്കീതായി പറയുന്നു, നാളെ പാരത്രിക ലോകത്ത് നിനക്ക് ഇതൊക്കെ ഇരുട്ടായിട്ട് വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, നീ പിശുക്കിനെ സൂക്ഷിക്കണം. ചെലവഴിക്കാൻ ആവശ്യമുള്ള സ്ഥലത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുക. ആവശ്യത്തിന് ചോദിച്ചാൽ കൊടുക്കില്ല, അങ്ങനെ പിടിച്ചു വെക്കുക. ഇതൊരു പിശുക്കാണ്. ഈ പിശുക്കിനെ നീ സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ അല്ലാഹു നശിപ്പിച്ചത് പിശുക്ക് കാരണമായിട്ടാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിശുക്കിനെയും സൂക്ഷിക്കണം.
സൂക്ഷിക്കണമെന്ന് തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ടോ നിങ്ങൾ ബാധ്യതകൾ തീർത്തു വെക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടെങ്കിൽ അത് പിന്നാവട്ടെ എന്ന് പറഞ്ഞ് വെച്ചേക്കരുത്. നിങ്ങൾ കൊടുത്തു വീടണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം പാരത്രിക ലോകത്ത് പരാജയപ്പെടാൻ കാരണമാകും. എത്ര വലിയ അമലുകളായിട്ട് വന്നാലും ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തു വീടാതെ കൊടുക്കാൻ കടം മേടിച്ചത്, പിന്നെ വാടക മേടിച്ചത്, അല്ലെങ്കിൽ രണ്ടിനെടുത്തത് കൊടുത്തു വീടാത്ത കാലത്തോളം അല്ലാഹുവേ നിനക്ക് രക്ഷയില്ല, നീ രക്ഷപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം പടച്ചവന്റെ കോടതി അത്രയും ക്ലിപ്തമായ കോടതിയാ. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ലതുഅദ്ദുന്നൽ ഹുഖൂക ഇലാ അഹ്ലിഹാ. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ് മിനശ്ശാത്തിൽ ജൽഹായി മിനശ്ശാത്തിൽ കർനായി. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് കൊമ്പില്ലാത്ത ആടിനെ കൊണ്ടുവന്നിട്ട് അതിന് കൊമ്പ് കൊടുത്തിട്ട് ഈ കൊമ്പ് ദുനിയാവിൽ വെച്ച് ഈ കുത്തിയ കൊമ്പുള്ള ആടിനെ ഇടിപ്പിച്ച് കുത്തിച്ചിട്ടല്ലാതെ അവരെ മണ്ണാവാൻ അല്ലാഹു അവരെ വിടുകയില്ലെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നെങ്കിൽ മനുഷ്യരെ ചെറിയ കാര്യമൊന്നുമല്ല. നമുക്ക് ഉരുട്ടിപ്പെരട്ടി അമ്മക്കങ്ങ് രക്ഷപ്പെടാം, നമ്മൾ ഉടായ്പ കാണിച്ചങ്ങ് രക്ഷപ്പെടാം എന്നൊക്കെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിലെ ഉടായ്പ നടക്കത്തോട് അവിടെ ഒരു ഉടായ്പ നടക്കുകയില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അത്തരത്തിലുള്ള ഒരവസ്ഥകൾ വരാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് 1 രൂപയുടെ ബാധ്യതയാണ് ദുനിയാവിലുണ്ടെങ്കിലും ആ 1 രൂപ കൊണ്ട് പരാജയപ്പെട്ടു പോരേണ്ട. അത് പൊരുത്തപ്പെടാത്ത പക്ഷം ഒരു കടക്കാരൻ 1 രൂപയാണ് കൊടുക്കാറുള്ളത്. അവൻ പൊരുത്തപ്പെടാത്ത പക്ഷം 7 ലക്ഷത്തിന്റെ ഹജ്ജ് വരെ വെറുതെയായി പോകും. അതുകൊണ്ട് ഒരു പൈസയുടെ ബാധ്യതയാണെങ്കിലും ബാധ്യതയാ. ഒരു കടയിൽ കയറി സാധനം മേടിച്ചപ്പോ 2 രൂപ ചില്ലറയില്ല, പിന്നെ തന്നാ മതി. പിന്നെ കൊടുത്തില്ലെങ്കിൽ അത് ബാധ്യതയാ. അല്ലെങ്കിൽ അയാൾ പറയണം അല്ലെങ്കിൽ പൊരുത്തപ്പെടാം എന്ന് കടക്കാരൻ പറഞ്ഞല്ലാതെ അതിന് രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് കടമൊക്കെ മേടിച്ചിട്ട് കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അയാളെ കാണാതെ ഒളിച്ചും പാത്തും ഒക്കെ നടത്തുണ്ടല്ലോ. നല്ലത് ഇങ്ങനെ നടക്കാൻ ആരുടെ ഭൂമിയിലായി നടക്കുന്നത് ഒളിച്ചും പാത്തും. അതുകൊണ്ട് 1 രൂപയുടെ ബാധ്യതയാണ്. ആരും 1 രൂപയും ചെറുതായി കാണരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പരിശുദ്ധമായ ഈ മാസത്തിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങൾക്ക് 1 രൂപയുടെ ബാധ്യതയില്ല പോലും ഇല്ലാതെ അല്ലാഹുവേ ഈ ലോകത്ത് ഈമാനോടുകൂടി മരിക്കുന്നവർ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബാനെ. അല്ലാഹുവേ കടക്കാരനായി മരിക്കേണ്ട ഗതികേട് റബ്ബേ മയ്യത്തെടുക്കാൻ നേരത്ത് വെക്കവിടെ ഇയാളിന് 1 ലക്ഷം തരാറുണ്ട്, ഇയാൾ 2 ലക്ഷം തരാറുണ്ട്. ചിലരൊക്കെ ചിലപ്പോൾ മയ്യത്തെടുക്കുമ്പോൾ അങ്ങനെ പറയില്ല, പൂച്ച മാറി എന്ന് പറയും. അയാളെനിക്ക് പൈസ തരാറുണ്ട്, അയാളെനിക്ക് മലയാള പള്ളിയിലോട്ട് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോയി എനിക്ക് പൈസ തരാറുണ്ട്, അല്ലെങ്കിൽ പൈസ തരാറുണ്ട്. എന്തൊരു ഗതികേട്, എന്തൊരു ഗതികെട്ട മരണമായത്, എന്തൊരു ഗതികെട്ട മരണമായത്. അതുകൊണ്ട് അത്തരത്തിലൊരവസ്ഥയിൽ വരാതെ പഠിച്ചേ കബർ പോലും മണ്ണ് പോലും ആ മയ്യത്തിനെ സ്വീകരിക്കില്ല. എനിക്ക് വേണ്ട കടക്കാരനായിട്ട് ഇങ്ങോട്ട് വരണ്ട. എന്തിനധികം മഹാന്മാര് പറയുന്ന മയ്യത്തിനെ പൊക്കി എറിയാൻ ശ്രമിക്കും. ഈ മണ്ണ് പട്ടിക്കാട്ടിലെ മണ്ണ് കുഴി, ആ കുഴിയുണ്ടല്ലോ കടക്കാരന്റെ മയ്യത്ത്. ഓർത്തു വെച്ചോ, എഴുതി വെച്ചോ വിശ്വാസികളെ. നിസ്സാരമായിട്ടല്ലേ കാണുന്നത്. പലരും വീട് മോടി പിടിപ്പിക്കാൻ കാറിന്റെ അതൊക്കെ വലിയ ലക്ഷങ്ങൾ കോടികൾ വരെയുള്ള കാറെടുക്കാൻ പോയിട്ടങ്ങ് ലോണെടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു. എന്തൊരു ധൈര്യമാണ്! എന്നെ അസ്രായേൽ പിടിക്കില്ലെന്നുള്ള ധൈര്യം ഇത്. അതായത് മരണത്തെ കുറിച്ചുള്ള ചിന്ത കുറഞ്ഞത് പോയതുകൊണ്ടാണ് ഇവരെയൊക്കെ കടം മേടിക്കാനും ലോൺ എടുക്കാനും നടക്കുന്നത് കേട്ടോ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ എപ്പോഴും നമ്മൾ സൂക്ഷ്മതയുള്ളവരാകണം. അല്ലാഹു നമ്മളെ സൂക്ഷ്മതയുള്ളവരും ഇഖ്ലാസുള്ളവരും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർഹമർ റഹീമായ അല്ലാഹ് പരിശുദ്ധമായ ഉലഹിയ കർമ്മം നല്ല രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. പടച്ചവനെ, ആ ഉലഹിയ കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാ വിശ്വാസികൾക്കും പടച്ചവനെ വലിയ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ആർക്കും ഒന്നും ഒരു പ്രതിഫലവും കുറയ്ക്കണ്ട തമ്പുരാനെ.
അവർ ചെലവഴിച്ച ഓരോ പൈസയ്ക്കും വലിയ പ്രതിഫലം റബ്ബേ നീ നൽകണേ തമ്പുരാനെ. ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട മഹല്ല് ഭാരവാഹികൾ, അതൊക്കെ വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തിയ മഹല്ല് ഭാരവാഹികൾ എല്ലാവർക്കും അല്ലാഹുവേ കണക്ക് തീർത്തു വലിയ പ്രതിഫലം നീ നൽകണേ തമ്പുരാനെ, നീ നൽകണേ തമ്പുരാനെ. ആർക്കും ഒന്നും നീ കുറയ്ക്കണ്ട തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറിടങ്ങൾ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനിടയിൽ അതിശക്തമായ ചൂടേറ്റ് മരിച്ചു വീണവരുണ്ട് റബ്ബേ. അല്ലാഹുവേ അവർക്ക് സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാനെ, സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയും സഹനവും നൽകണേ തമ്പുരാനെ. പഠിച്ചവനെ സമീപഭാവിയിൽ ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നതിന് മുമ്പ് പരിശുദ്ധമായ അറഫയിൽ ഞങ്ങളെ എത്തിക്കണേ തമ്പുരാനെ, ഞങ്ങളെ എത്തിക്കണേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരു